സ്തോത്രം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. വലിയ ദൈവകൃപ, വലിയ ദൈവകൃപ, വലിയ ദൈവകൃപ. ശബ്രഖഠല പ്രഹൻഠല പ്രഭോഷികമന. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന ആയുസ്സിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം, നല്ല സമയത്തിനായി സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വളരെ താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ജോയിൻ ചെയ്ത നിങ്ങളോട് ദൈവം ആഴത്തിൽ ഇടപെടട്ടെ, ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അഭിഷേകത്തിൻ്റെ വലിയൊരു അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എസ്പെഷ്യലി ഇന്ന് ഏഞ്ചൽസ് വിസിറ്റേഷൻ നമ്മുടെ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൂതന്മാരുടെ സന്ദർശനം ഇന്നുണ്ടാകട്ടെ. ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ മക്കൾക്ക് ചുറ്റും പാളയമിറങ്ങും. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ മക്കൾക്ക് ചുറ്റും പാളയമിറങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുണ്ടോ എന്ന് ദൈവം നോക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് നോക്കാറുണ്ട്. അന്നേരം ദൈവം അവരുടെ അടുത്ത് ഇറങ്ങാൻ ദൂതന്മാരോട് പറഞ്ഞാൽ അവർ പിന്നെ അവിടെ ലേറ്റാകാതെ ഓടി നമ്മുടെ അടുത്ത് വരും. ദൂതന്മാർ ദൈവ മക്കളുടെ അടുത്ത് വരണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു കൽപ്പന പുറപ്പെടണം. വെറുതെ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ട് ദൂതന്മാർ ഇറങ്ങത്തില്ല. ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവ മക്കളുടെ അടുത്ത് ഇറങ്ങുന്നത്. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഗാർഡിയനായിട്ട്, ഒരു ഹെൽപ്പറായിട്ട്, ഒരു പ്രൊട്ടക്ഷനായിട്ട്, എപ്പോഴും അവരുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് എപ്പോഴും ദൂതന്മാരുണ്ടാകും. 2 ദൂതന്മാരിൽ കൂടുതലുണ്ടാകും. 2 ദൂതന്മാരിൽ കൂടുതൽ എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് 2 ദൂതന്മാരിൽ കൂടുതലല്ല, 2 ദൂതന്മാർ മാത്രമല്ല ഒരു വ്യക്തികളുടെ അരികിൽ ഇറങ്ങുന്നതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ പിതാവ് എനിക്ക് ലഗ്യോൻ കണക്കിന് ദൂതന്മാരെ തരുമെന്ന് യേശു പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ 12,000 വേണോ, 6,000 വേണോ, 10,000 വേണോ, 25,000 വേണോ, 1,00,000 വേണോ, ദൂതന്മാരെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ലയോ എന്ന യേശു ഒരു സന്ദർഭത്തിൽ ചോദിച്ചത്. എന്നതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും സംഖ്യ ദൂതന്മാരെ ദൈവം സ്നേഹിക്കുന്ന ഭക്തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് അയക്കാൻ തക്കവണ്ണം വിശ്വസ്തനും ശക്തനുമാണ്. എനിവേ, നമ്മളിന്ന് ദൂതന്മാരിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്, ദൈവവചനത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ദൈവവചനത്തിനകത്ത് പറയുന്ന ദൂതന്മാർ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ സാരം. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുന്നവർ കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയുക. ഏഞ്ചൽസ് വിസിറ്റേഷൻ ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ മാറാത്ത പല കാര്യങ്ങളും മാറും. ഇന്നു മുതൽ ഈ മീറ്റിങ്ങിൻ്റെ തലം സഹിതം ചേഞ്ച് ആകുന്ന ഒരു ദിവസമായിരിക്കും. ഈ മീറ്റിങ്ങിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അളവിൽ ഗണ്യമായ വർധനവുണ്ടാകും. ഇന്ന് പല വീടുകൾക്കകത്തും വ്യക്തികളുടെ ജീവിതത്തിലും ദൂതന്മാരുടെ സന്ദർശനം ഉണ്ടാകും. ഞാൻ ആത്മാവിലൊരു ദൂത് പറയുക, നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞും ഇഴഞ്ഞും കയറിയ പല സർപ്പശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വീടിനകത്തിറങ്ങുന്ന തീയാൽ ആരും ശാസിക്കാതെ പൊള്ളി ഇറങ്ങി മാറിപ്പോകും. പിന്നെ അത് നിൻ്റെ വീട്ടിലേക്കും ജീവിതത്തിലേക്കും മടങ്ങി വരത്തില്ല. ഞാൻ ആത്മാവിൽ ഇത് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇന്ന് വിശ്വാസത്തോടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ദൂതൻ കൊടിൽ കൊണ്ട് നാവിനെ തൊടാൻ മാത്രമല്ല, ദൈവം കൽപ്പിച്ചാൽ അതേ കൊടിൽ കൊണ്ട് നിൻ്റെ ജീവിതത്തിനെ പൊള്ളിക്കുന്നതിനെ പൊള്ളിപ്പിച്ച് തിരിച്ചിറക്കി വിടാനും ദൈവത്തിന് കൽപ്പന കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ദൂതന്മാരുടെ സപ്പോർട്ടും സഹായവും ഉളവാകുന്നൊരു ദിവസമായി മാറട്ടെ. ഇന്ന് ഏഞ്ചൽസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുർഭൂതങ്ങളുടെ പ്രവർത്തികളെക്കുറിച്ചല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, ദുരാത്മാക്കളുടെ മാഹാത്മ്യത്തെക്കുറിച്ചല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനെ കണ്ടുണർന്ന് വെട്ടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സേവകാത്മാക്കളെ
കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അതേ ആത്മാവിന്റെ സഹായം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ദൂതന്മാർ ഇറങ്ങിയ ഒരുപാട് സന്ദർഭങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിലും അല്ലാത്തവരുടെ ജീവിതത്തിലും എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയ സന്ദർഭം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങിയത് ദൂത് കൊടുക്കാനാണ്. ഓക്കെ, സംശയമില്ല, ദൂത് കൊടുക്കാനാണ്. പക്ഷേ എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏലിയാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഏലിയാവിൻ്റെ ചരിത്രം കിടക്കുന്നത് 1 രാജാക്കന്മാർ 19:4. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. മരിപ്പാൻ ഇച്ഛിച്ച ദൈവത്തിൻ്റെ തീ ഇറക്കിയ പ്രവാചകനാകുന്ന ഏലിയാവ് അടുത്ത ഒരു ജനറേഷനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിച്ചിട്ട് ഡബിൾ പോർഷൻ പകർന്നു കൊടുത്ത ദൈവത്തിൻ്റെ അഭിഷിക്തനാകുന്ന ഏലിയാവ്, മരണം പോലും കാണാതെ ദൈവം തന്നെ എടുത്തുകൊണ്ടുപോയ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാകുന്ന ഏലിയാവ്, കർക്കശ ദൈവിക കാര്യങ്ങളിൽ അതിശക്തമായ നിർബന്ധമുള്ള വ്യക്തിയും പ്രൊഫറ്റിക്കൽ സ്കൂൾ വരെ നടത്തുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനാകുന്ന ഏലിയാവ്. ബൈബിൾ പറയുന്നു, ഒരു ദിവസത്തെ വഴി ദൂരം ചെന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇന്നത്തെ ഈ വചനത്തിൽ ഈ 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഇച്ഛയും ഇതിനു മുന്നേ ഉള്ള ചില വചനത്തിൽ കാണുന്ന ഇച്ഛയും തമ്മിൽ, അല്ലെങ്കിൽ ഈ 19-ന് ശേഷം പിന്നെയും കാണുന്ന ചില ഏലിയാവിൻ്റെ ഇച്ഛയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഏലിയാവിൻ്റെ ഇച്ഛയും ഇതിനു മുന്നേ ഒക്കെയുള്ള അധ്യായങ്ങളിൽ കണ്ട ഏലിയാവിൻ്റെ ഇച്ഛയും 19-ാമത്തെ അധ്യായത്തിന് ശേഷം കാണുന്ന ഏലിയാവിൻ്റെ ഇച്ഛയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് ഏലിയാവിൻ്റെ ഇച്ഛയ്ക്കകത്ത്, ഇഷ്ടത്തിനകത്ത്, തീരുമാനത്തിനകത്ത്, ബോധ്യങ്ങൾക്കകത്ത് ഒരു കാർമേഘം മൂടിയിരിക്കുകയാണ്. ആ കാർമേഘത്തിൻ്റെ പേരാണ് ഭയം. എന്നെ കാണുന്ന ദൈവദാസന്മാർ, എന്നെ കാണുന്ന ദൈവദാസിമാർ, എന്നെ കാണുന്ന പ്രാർത്ഥനയിൽ ഇപ്പോൾ മുതിർന്നു വന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാർ, എന്നെ കാണുന്ന അമ്മമാർ, ആമേൻ, പിതാക്കന്മാർ, എന്നെ കാണുന്ന മറ്റു പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ആത്മീയ ജീവിതത്തിൽ വളർച്ച വേണമെന്നാഗ്രഹിക്കുന്നവർ, ആമേൻ, മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇപ്പോൾ വന്നവർ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ ജീവിതം ആകെ മൊത്തം തകർന്ന് തരിപ്പണമാകാൻ, നമ്മൾ ആരംഭിച്ച വീര്യത്തിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കുന്ന വീര്യത്തെ മരണം കൊണ്ട് മുറിച്ചു കളയുന്ന ഒരു വികാരമാണ് മാനുഷിക ഭയം. 2 കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, ഏലിയാവിൻ്റെ വാളുകൊണ്ട് അനേക ബാലിൻ്റെ പ്രവാചകന്മാരെയും അനേക ദുഷ്ടമനുഷ്യരെയും കൊന്നൊടുക്കിയ വിവരം ആഹാബ് വന്ന് ഇസബേലിനോട് പറഞ്ഞ്, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഏലിയാവിന് നേരെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഈ സമയം എൻ്റെ ആൾക്കാർക്ക് പറ്റിയത് നിന്നെ ഞാൻ ആക്കിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദേവന്മാർ അതിന് തക്കവണ്ണം എന്നോട് ചെയ്യട്ടെ. നിങ്ങൾ ഈ വാക്കെല്ലാം ഒന്നും കളയാതെ പിടിച്ചോണം. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഭയം അദ്ദേഹത്തെ പിടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന ശാപവാക്ക്.
ഈ സ്ത്രീ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭീഷണി, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീക്കുള്ള ഹോൾഡ്, മന്ത്രവാദികളും ആഭിചാരകന്മാരുമായിട്ടുള്ള ബന്ധം, ഈ സ്ത്രീ ഇരിക്കുന്ന പൊസിഷൻ, ഇവരുടെ ഹസ്ബൻഡാകുന്ന ആഹാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ആയുധബലം, ഇതെല്ലാം ഒരായുധവുമില്ലാത്ത ഒരു വാള് മാത്രം കയ്യിലുള്ള ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ ഭയപ്പെടുത്തിക്കളഞ്ഞു. ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ ഒതുക്കാൻ ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ഭയമാണ്. ആരെയൊക്കെ ഭയക്കാം? ഒന്ന്, ഭീഷണി. ഇതുപോലെ ഭയക്കാം. നീ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നീ നോക്കിക്കോ, നിന്റെ ജീവിതം പോക്ക എന്നൊരു വ്യക്തി പറഞ്ഞാൽ ആ ചിന്ത നമ്മളെ ഭരിക്കും. നീ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി എന്ന് ചോദിച്ചാൽ ആ ചിന്ത നമ്മളെ ഭരിക്കും. നമ്പർ 1. നമ്പർ 2, ശാപവാക്കുകൾ. നീ നന്നാകാൻ പോകുന്നില്ല, നിന്റെ മക്കളും നന്നാകാൻ പോകുന്നില്ല, നീ ഗതി പിടിക്കാതെ പോകുന്ന ശാപവാക്കുകൾ ഭയം കൊണ്ടുവരും. നെക്സ്റ്റ്, ഞാൻ ഇന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിനക്കിതിന് പകരം തന്നിരിക്കും എന്ന് പറയുന്ന വെല്ലുവിളികൾ, ഭീഷണി, ഭയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മുടെ ആത്മീയ ജീവിതം തകർക്കാൻ, അഭിഷേകം ഫ്രീസായി പോകാൻ, നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റാതിരിക്കാൻ ഈ ഒരു കെണിക്കകത്ത് കുടുങ്ങുന്നത് തന്നെ ധാരാളം. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസത്തെ വഴിദൂരം ചെന്ന്, എന്നെ ചിന്തിച്ച കാര്യമാണ്, ഒരു ദിവസത്തെ, എൻ്റെ കൂടെ നിങ്ങൾ വരണേ, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന്, ഒരു ദിവസത്തെ വഴി, ഇവിടെ മുതൽ എനിക്കിനി നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്, ഒരു ദിവസത്തെ വഴി ചെന്ന് 24 മണിക്കൂർ സഞ്ചരിക്കുന്ന ഏലിയാവ് ഒരു ദിവസത്തെ വഴി ചെന്ന്, ബട്ട് ഹി ഹിംസെൽഫ് വെന്റ് എ ഡേയ്സ് ജേർണി എന്നാണ് അവിടെ കിടക്കുന്നത്. വെന്റ് എ ഡേയ്സ് ജേർണി, ഒരു ദിവസത്തെ വഴി ദൂരം, 24 മണിക്കൂർ, 24 സെക്കൻഡ് മിണ്ടാതെ ഇരിക്കാൻ സമയമില്ലാത്ത അത്രയും തിരക്കുകളുള്ള, പ്രൊഫറ്റിക്കൽ സ്കൂള് നടത്തുന്ന, ഇത്രയും പ്രവാചക ശിഷ്യന്മാരുള്ള, പലരെയും രക്ഷയിലേക്ക് നയിച്ച, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അനേകരെ സൗഖ്യമാക്കിയ, അനേകർക്ക് മരിച്ചവരെ ഉയർപ്പിച്ച ഏലിയ പ്രവാചകൻ ഇന്ന് 24 മണിക്കൂർ നഷ്ടമാക്കുവാണ്. മൈ ഗോഡ്! ഇടാ സാത്താനെ, നീ വിചാരിച്ചപ്പോൾ 24 മണിക്കൂർ 24 സെക്കൻഡ് നഷ്ടപ്പെടുത്താൻ ഇല്ലാതിരുന്ന മനുഷ്യന്റെ 24 മണിക്കൂർ, ഡേയ്സ് നടക്കുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. പഴയ നിയമത്തിലും 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം. ആ 24 മണിക്കൂർ വെറുതെ ആദിയും വ്യാധിയും ഭീതിയും കൊണ്ട് ചിന്തിച്ച് നടന്ന് കുളത്തിൽ ചാടണോ, ആറി ചാടണോ, നദിയിൽ ചാടണോ, വാട്ടർ ടാങ്കിൽ ചാടണോ, കടലിൽ ചാടണോ, തൂങ്ങിച്ചാകണോ എന്നും പറഞ്ഞ് നടന്ന് ചിന്തിച്ച് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേണ്ടട ആള് ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലാതെ വാടിക്കൊഴിഞ്ഞ് ചീര പോലെയായി ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് അണഞ്ഞിരിക്കുകയാണ്. എന്തിനാ? അത് ഇച്ഛിച്ചു. അന്നേരം ഒരു ഡിസിഷൻ കിട്ടി. ഒരു ദിവസം സാത്താൻ നഷ്ടപ്പെടുത്തി, 24 മണിക്കൂർ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു ഡിസിഷനിലെത്തി, മരിച്ചാൽ മതി. ഇന്ന് അങ്ങനെയുള്ള ഒത്തിരി പേർ. നിന്റെ എത്ര ദിവസം നഷ്ടപ്പെടുത്തി മോളെ സാത്താൻ? ചിന്തിച്ച്, ആദി പിടിച്ച്, ഭീതി കൊണ്ട്, പലപ്പോഴും കയറെടുക്കണോ, ഷോൾ എടുക്കണോ, ഫാൻ ഡിസൈഡ് ചെയ്യണോ, കഴിക്കോൾ ഡിസൈഡ് ചെയ്യണോ, പുറത്തെ മാവ് ഡിസൈഡ് ചെയ്യണോ, എത്ര പ്രാവശ്യം മരണചിന്ത കൊണ്ടുവന്നു നിന്റെ ഉള്ളിൽ സാത്താൻ. ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കാം, ശുശ്രൂഷയ്ക്ക് വിളിയുള്ള വ്യക്തി ആയിരിക്കാം, പലർക്കും പ്രയോജനപ്പെട്ടിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഭീഷണി എവിടുന്നാ ഭീഷണി വന്നേ? നമ്മളും പലരോടും പറഞ്ഞിട്ടുണ്ട്, ദൂതൻ ഇറങ്ങും, ആ നമ്മളാ ഇപ്പം മരിച്ചാൽ മതി എന്ന് പറയുന്നേ. നമ്മളും പലരോടും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ മതി, ആ നമ്മളാ ഇന്ന് പ്രാർത്ഥനയാ വിശ്വസിക്കുന്നേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം യഹോവ ഇരേ, ആ നമ്മളാ ഇന്ന് ദൈവം കരുതുന്നില്ല എന്ന് പറയുന്നേ. 24 സെക്കൻഡ് നഷ്ടപ്പെടുത്താനില്ലാത്ത ഏലിയാവേ, ഒരു ദിവസം ഒരു പ്രയോജനവും ഇല്ലാതെ താങ്കളെ ചിന്തിപ്പിച്ചു കുഴപ്പിക്കാൻ, താങ്കളെ അസ്വസ്ഥപ്പെടുത്താൻ, താങ്കളെ കാർഡിയാക് അറസ്റ്റ് വരുത്തുന്ന നിലയിൽ ചിന്തിപ്പിക്കാൻ ഒരു ജെസബേൽ വിചാരിച്ചപ്പോൾ സാധിച്ചെന്നോ? ഒരു സ്ത്രീ ശബ്ദത്തിന് സാധിച്ചെന്നോ? ഒരു ആഹാബ് ചെന്ന് ഏഷണി കയറ്റിക്കൊടുത്തപ്പോൾ സാധിച്ചെന്നോ?
അപ്പോൾ ഒരു വ്യക്തി ദൂഷണം പറഞ്ഞ് ഏഷണി കയറ്റിക്കൊടുത്ത് വരുന്ന ഒരു ഉച്ചത്തിലുള്ള ശബ്ദത്തിന് അറസ്റ്റ് ചെയ്യാനേ ഉള്ളൂ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം. എലിജായുടെ അടുത്ത് ദൂതൻ ഇറങ്ങിയ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നേ. എന്റെ സംശയം ഇതാണ്, ദൈവം പറഞ്ഞിട്ടാണോ ഈ ദൂതൻ ഇറങ്ങി വന്നത്? കാരണം ദൂതന് പോലും ഒരുപക്ഷെ സഹിക്കാൻ പറ്റിക്കാണത്തില്ല ഈ മനുഷ്യന്റെ മേൽ കിടക്കുന്ന അഭിഷേകവും ഇന്ന് ഈ മനുഷ്യൻ എത്തി നിൽക്കുന്ന ഡിസിഷനും തമ്മിലുള്ള അന്തരം. ദൈവത്തോട് ചോദിക്കാതെ ഇറങ്ങി വന്നോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് ഈ ദൂതൻ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ നല്ല അർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അത്രയും ഞാൻ എന്നെ കർത്താവ് ചിന്തിപ്പിക്കുന്നു. നിങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പറ, ഒരു 10 മിനിറ്റ് വെറുതെ കോട്ടുവായിട്ട് കളയാനുണ്ടോ? നമുക്കൊക്കെ ഒരു 10 മിനിറ്റ് കോട്ടുവായിട്ട് കളയാനുണ്ടോ? ഒരു ചായ മര്യാദയ്ക്കിരുന്ന് കുടിക്കാനുള്ള ടൈമുണ്ടോ നമുക്കൊക്കെ? ആ തിരക്കിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അയ്യോ, ആർക്കൊക്കെയോ വിഷമമായെന്ന് തോന്നുന്നു. ഇല്ല പാസ്റ്ററെ, അതല്ലേ. നിങ്ങൾ ഈ ശുശ്രൂഷ ശല്യം എന്നെങ്ങാനും പറയാറുണ്ടോ? സ്വസ്ഥതയില്ലാന്ന് പറയാറുണ്ടോ? ഒരു സമാധാനം ഇല്ലാന്ന് പറയാറുണ്ടോ? പറഞ്ഞേക്കരുത് കേട്ടോ. ഇതൊക്കെ ഇല്ലാതാവുമ്പോഴേ നമ്മൾ പഠിക്കും. നമുക്കൊക്കെ ഒരു ചായ മര്യാദയ്ക്കിരുന്ന് കുടിക്കാനുള്ള ടൈം ഇല്ലാത്ത എടുത്താണ് ഈ ആഹാബും ജസബേലും ഇവരിൽ കിടക്കുന്ന ദുർശക്തികളും സാത്താനും എല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം ഈ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പോലും ഇരുത്താതെ മരണവഴി തേടി നടത്തുന്നത്. ഒരു ദിവസത്തെ നടപ്പ് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. ഹേയ്, നിന്റെ സമയങ്ങളെ സാത്താൻ ഇതുപോലെ വേസ്റ്റ് ചെയ്യിച്ചെങ്കിൽ, നിന്റെ വർഷങ്ങളെ സാത്താൻ ഇതുപോലെ വേസ്റ്റ് ചെയ്യിച്ചെങ്കിൽ, നിന്റെ ആഴ്ചകളെ സാത്താൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യിച്ചെങ്കിൽ, നിന്റെ സമയങ്ങളെ സാത്താൻ ഇതുപോലെ തടഞ്ഞെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ ഇതുപോലെ സാത്താൻ ഒതുക്കിയെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇനി ഒന്നുമില്ല ഇതിൻ്റെ എൻഡ്. മരണം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എൻഡ്. ഇതിന് മറ്റു പോം വഴിയില്ല, മാനുഷിക വഴിയില്ല, ദൈവ വഴിയുമില്ല. ദൂതനും ഇറങ്ങാൻ പോണില്ല, ദൈവം ഇറങ്ങാൻ പോണില്ല. ഇതൊക്കെ ആരുടെയൊക്കെയോ വയറ്റിപ്പിഴപ്പാണെന്നോ ആരുടെയൊക്കെയോ പ്രസംഗമാണെന്നെങ്ങാനും നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക, ആദ്യത്തെ ദൂതന്റെ വിസിറ്റ് നിന്റെ വീട്ടിൽ തന്നെ വരട്ടെ. ടൈം നഷ്ടപ്പെടുത്തുന്ന ദുഷ്ടശക്തികൾ, ടൈം നഷ്ടപ്പെടുത്തുന്ന ദുർശക്തികൾ. നിന്റെ വീട്ടിൽ ഏഞ്ചൽസ് വിസിറ്റ് ചെയ്യാനുള്ള ടൈം പോലും സാത്താൻ തടഞ്ഞെങ്കിൽ, നിന്റെ മിനിസ്ട്രിയിൽ ദൂതന്മാർ ഇറങ്ങാനുള്ള ടൈം പോലും സാത്താൻ തടഞ്ഞെങ്കിൽ, ഞാൻ ആത്മാവിൽ ആ തടസ്സത്തെ ഇന്ന് ക്യാൻസൽ ചെയ്യാണ്. ഒരു ശബ്ദം ആഹാബിൻ്റെത്, ഒരു ശബ്ദം ജസബേലിൻ്റെത്, ഒരു ശബ്ദം ഭീഷണിയായി. മൈറ്റി ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏലിയാവ് മരണത്തെ തേടിയതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, 1 ആഹാബിൻ്റെ ബലം, 2 ജസബേലിൻ്റെ അഹങ്കാരം, 3 ആ സ്ത്രീയുടെ വായിന്ന് പുറത്തു വന്ന ഭീഷണി, 4 അവർക്കുള്ള ഇൻഫ്ലുവൻസ് ആൻഡ് ഹോൾഡ്. ഇതെല്ലാം ഒരു ഏലിയാവിൻ്റെ അഭിഷേകത്തെ പോലും സംശയിപ്പിക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ തീരുമാനിച്ചു എങ്കിൽ ഞാൻ ആത്മാവിൽ തലം ഇന്ന് വെട്ടുകയാ. ഇതുപോലെ പല ശബ്ദങ്ങൾ നിന്നെ പുറകിലോട്ട് വലിക്കുന്നുണ്ടോ? ഇതുപോലെ പല ഭീഷണികൾ നിന്നെ പുറകിലേക്ക് വലിക്കുന്നുണ്ടോ? ഇതുപോലെ പലരെ കുറിച്ചുള്ള ചിന്തകൾ നിന്നെ ആത്മീയ ജീവിതത്തിൽ തളർത്തുന്നുണ്ടോ? ഇന്ന് ആത്മാവിൽ അതിന്മേൽ ജയമെടുക്ക. ഈ മനുഷ്യന്റെ സമയത്തെ തടഞ്ഞു. ഇന്നെന്തോ ഈ 24 മണിക്കൂറിൽ എന്തോരം സമയം പ്രാർത്ഥിക്കാമായിരുന്നു. 24 മണിക്കൂറിൽ എന്തോരം പേരെ രക്ഷയിലേക്ക് നയിക്കാമായിരുന്നു. 24 മണിക്കൂർ എന്തോരം മരിച്ചവരെ ഉയർപ്പിക്കാമായിരുന്നു. 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം സ്വർഗം സന്ദർശിക്കാമായിരുന്നു. എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ഈ സാത്താൻ വിചാരിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ഈ ഒരു ആഹാബ് എന്ന് പറയുന്ന പുരുഷനും ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയും വിചാരിച്ചപ്പോൾ എല്ലാം തടസ്സപ്പെടുത്തിയില്ലേ? ഇന്നത്തെ മീറ്റിംഗ് പോലും വേണ്ടാന്ന് വെപ്പിച്ചില്ലേ? ഇന്നത്തെ പ്രയർ വേണ്ടാന്ന് വെപ്പിച്ചില്ലേ? ഇന്നത്തെ ശുശ്രൂഷ വേണ്ടാന്ന് വെപ്പിച്ചില്ലേ? ഓ ജീസസ്,
ഇനി മുകളിലോട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്നും തീരുമാനിപ്പിച്ചില്ലേ? ഇനി മുമ്പിലോട്ട് ഞാൻ മിനിസ്ട്രി ചെയ്യുന്നില്ല, ഇനി മുന്നിലോട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനി തീരുമാനിപ്പിച്ചില്ലേ? ചൂരച്ചെടി തന്നെയാണ് എൻ്റെ അവസാനം, എൻ്റെ ഈ ആയുസ്സിലെ യാത്ര ഈ ഒരു ദിവസം കൊണ്ട് തീരുകയാണെന്നും ആ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിച്ചില്ലേ? എന്ന പ്രത്യക്ഷത്തിൽ അവരിയ്ക്കുന്ന കൊട്ടാരത്തിൽ ഇരുന്ന ഇത്രയും പറഞ്ഞ്, പക്ഷെ പുള്ളിയുടെ ഹൃദയത്തിൽ ഇതെല്ലാം വർക്കൗട്ടായി. ചിലർ ഇരിക്കുന്നിടത്തിരുന്ന് നിനക്കെതിരെ പറയുന്ന വാക്കിന്റെ അവകാശം ഇന്ന് ക്യാൻസൽ ആകുക. ചിലർ ഇരിക്കുന്നിടത്തിരുന്ന് ചെയ്യുന്ന ക്രിയയുടെ അവകാശം ഇപ്പോൾ അത് ക്യാൻസൽ ആകുക. ജെസബേൽ അല്ല പറഞ്ഞത്, ആഹാബല്ല പറഞ്ഞത്. ജെസബേലിന്റെയും ആഹാബിന്റെയും ഒരു ദൂതനവന്ന് പറഞ്ഞ്, ഒരു വേലക്കാരനവന്ന് പറഞ്ഞ്, എടാ നിന്റെ കാര്യം തീർന്നു കേട്ടോ. ജെസബേൽ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, ആഹാബ് ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, അവിടെ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു, നാളെ ഈ സമയം നീ കലാശ്, നാളെ ഈ സമയം തീർന്നു, ഇതോടെ തീർന്നു. അവരിരുന്നടുത്തിരുന്ന് പറഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതെല്ലാം വർക്കൗട്ടായി. ഹേയ്, ഈ തലമാണ് പൊട്ടേണ്ടത്. ചിലരെന്തോ ഇരിക്കുന്നിടത്തിരുന്ന് പറയുന്നു, നീ അതെല്ലാം ജീവൻ വെപ്പിച്ച് നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. ചിലരെവിടെയോ ഇരുന്ന് എന്തൊക്കെയോ ജപിച്ചു വിടുന്നു, നീ അതൊക്കെ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പേടിക്കുന്നു. ആ മരണഭയം, ആ ഭൂതഭയം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. In the mighty name of Jesus. ഭയങ്കര ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പല വീടുകൾക്കകത്തും പല ലൈഫിലും ഭയങ്കര ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ച്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഏലിയാവ് ചിന്തിച്ചത് ഞാൻ പറഞ്ഞ എല്ലാം കർത്താവ് ചെയ്യുന്ന, ഇപ്പൊ മതി കർത്താവേ എന്ന് പറഞ്ഞതും കർത്താവ് ചെയ്യുന്ന ഏലിയാവ് ചിന്തിച്ചു. നാള് കുറെ ആയില്ലേ മരിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞത് നന്നായില്ലേ? നാള് കുറെ ആയില്ലേ ഈ വിശ്വാസ ജീവിതം മടുത്തിട്ട്, പക്ഷെ ഇന്നും നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്തത് എത്ര നന്നായി. ഏലിയാവ് പറഞ്ഞ ആ സെക്കൻഡിൽ തീ ഇറങ്ങി, പക്ഷെ മരണം ചോദിച്ചിട്ട് കർത്താവ് കൊടുത്തില്ല. ചില കാര്യങ്ങൾ വൈകുന്നത് നല്ലതാണ്. ആമേൻ പറ, ആത്മാവുണ്ടെങ്കിൽ. ചില കാര്യങ്ങൾ വൈകുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ ഇതുവരെ കയ്യിലെത്താത്തത് നല്ലതാണ്. ചില കാര്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത് നല്ലതാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? എന്തോ കേൾക്കുന്നെങ്കിൽ ഒരു ഹാലേലുയ പറഞ്ഞേ. കാര്യങ്ങൾ ചിരിച്ചോണ്ടൊരു ഹാലേലുയ പറഞ്ഞേ. അല്ലേ, ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാത്തത് നല്ലതാണ് സഹോദരി, അത് നിന്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ്. ചില കാര്യങ്ങൾ വേഗത്തിൽ മറുപടി വരാത്തത് നല്ലതാണ്, അത് നിന്റെ നന്മയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇവിടെ ഏലിയാവ് പറഞ്ഞു, ഇപ്പോൾ മതി കർത്താവേ, ഇപ്പോൾ മതി കർത്താവേ, ഇപ്പോൾ മതി കർത്താവേ. ഈ വാക്ക് എവിടുന്ന് കിട്ടി ഏലിയാവേ താങ്കൾക്ക്? ഈ വാക്ക് എലിജ, ഈ വാക്ക് താങ്കൾക്ക് എവിടുന്ന് കിട്ടി? ഈ വാക്ക് ഇസബേല് പറഞ്ഞു എന്ന് ഒരു ദൂതൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവിടുന്ന് കിട്ടി. എന്താ സ്ത്രീ പറഞ്ഞേ? മതി നിന്റെ മിനിസ്ട്രി, മതി നിന്റെ തീയറക്കല്, മതി നിന്റെ ഉയർത്തെഴുന്നേൽപ്പിക്കല്, മതി നിന്റെ സുവിശേഷീകരണം, മതി നിന്റെ ദൈവ സംസാരം എന്ന് അവര് പറഞ്ഞു. അതുകൊണ്ട് ഞാനും പറയുന്നു, മതി കർത്താവ്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ, ഇപ്പോൾ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കണമേ. ആരെങ്കിലും പറയുന്നത് ഏറ്റുപാടാനല്ല താങ്കളെ ദൈവം വിളിച്ചേക്കുന്നത്. ആരുടെയെങ്കിലും വാക്ക് കേട്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ല കർത്താവ് താങ്കളെ വിളിച്ചേക്കുന്നത്. ആരെങ്കിലും പറയുന്നത് അച്ചിട്ടതുപോലെ നടക്കാനല്ല കർത്താവ് താങ്കളെ വിളിച്ചേക്കുന്നത്. നിന്നെക്കുറിച്ച് ദൈവം, നിന്നെക്കുറിച്ച് ദൈവം, നിന്നെക്കുറിച്ച് ദൈവം വ്യക്തമായി നിനക്ക് വേണ്ടി മാത്രം ഒരു പ്ലാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കം ഓൺ,
നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളെക്കാൾ മുതിർന്ന ആരെങ്കിലും ശപിച്ചു പറഞ്ഞതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. അവർ നിങ്ങളെക്കാൾ തലമുതിർന്നവരായിരിക്കും. അവർക്കും മുമ്പേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് നമ്മുടെ ദൈവം. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? നിങ്ങൾക്ക് തലമുതിർന്നവരായിരിക്കും, അവർ പറഞ്ഞിട്ട് ഭയങ്കര കാര്യങ്ങൾ നടന്നിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ നിന്റെ മക്കളെ നോക്കി ശപിച്ച വാക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറഞ്ഞ കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. ദോഷമാണെങ്കിൽ സംഭവിക്കത്തില്ല. ഒരു ദൂത് പറയാം, തമ്പുരാൻ അറിയാതെ നിങ്ങൾക്ക് 65 വയസ്സായാലും 70 വയസ്സായാലും 80 വയസ്സായാലും 40 വയസ്സായാലും 45 വയസ്സായാലും ഇനി ഇപ്പൊ 90 അടിച്ചിരിക്കുക, 99 അടിച്ചിരിക്കുക, ഒന്നും കൂടെ അടിച്ച സെഞ്ചുറി എന്ന് പറഞ്ഞിരിക്കുന്ന 100 വയസ്സാകാൻ പോകുന്നവരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം തലേന്ന് പൊഴിയണമെങ്കിൽ മുകളിൽ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, മേത്തുനിന്ന് പറഞ്ഞു പോകണമെങ്കിലും മുകളിൽ അറിയണം. അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ സന്തതികളാ നമ്മളൊക്കെ, കേട്ടാ. അല്ലാതെ വല്ലവരും പറയുന്ന കാര്യം നടക്കത്തില്ല. ഏലിയാവേ, എഴുന്നേക്കടാ അവിടുന്ന്, എഴുന്നേക്കടാ അവിടുന്ന്, എഴുന്നേക്കടാ അവിടുന്ന്. ദൂതം പറഞ്ഞതാ ഞാനിന്ന് നിങ്ങളോടും പറയുന്നത്. എഴുന്നേക്കിരിക്കുന്നിടത്തുനിന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഇത് ദൈവം പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ദൂതനാണോ? ഏലിയാവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു തകർച്ച കണ്ടിട്ട് താനേ മനസ്താപം കൊണ്ട് മനസ്സലിവ് കൊണ്ട് ഇറങ്ങി വന്ന ദൂതനാണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞതാ, എഴുന്നേക്കടാ അവിടുന്ന്. അവനൊരു 2 പേര് പറയുന്ന വാക്കും കേട്ട് അവൻ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ നിൽക്കുക. ഇന്ന് ആരൊക്കെയോ ശുശ്രൂഷയും കെട്ടിവെച്ച്, പ്രാർത്ഥനയും കെട്ടിവെച്ച്, മനസ്സിനെയും കെട്ടിവെച്ച്, നിങ്ങൾ തന്നെ നിങ്ങളെ വിധിച്ച്, നിങ്ങൾ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഈ പണിയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നും പറഞ്ഞ് മരണം കാത്തിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് ഇതിനകത്തുണ്ട്. ദൂതം വന്നിട്ട് പറഞ്ഞ ഇതാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ബാ, കൈകോർക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കാനും തീയിറക്കാനും നല്ല ദൂതം വന്ന് ഒരൊറ്റ ദൂത് പറയാനാ, എഴുന്നേക്കടാ അവിടുന്ന്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോ ഇവിടുന്ന്. 24 മണിക്കൂർ നഷ്ടപ്പെട്ടിട്ട് മരണം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവൻ ഇവിടെ ഇരുന്ന്. എഴുന്നേക്ക്, പോകുന്നതിന് മുന്നേ നീ ഇതും കൂടെ കഴിക്കുക. അടയും ഒരു തുരുത്തി വെള്ളവും. എന്തിനാണെന്നറിയാവോ? ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ടെന്നുള്ളതിന്റെ മീനിങ്ങാ മോനെ. ഇന്ന് നിനക്ക് തന്നോണ്ടിരിക്കുന്ന സ്പിരിച്വൽ ഫുഡിനകത്ത്, നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്ന സ്പിരിച്വൽ ഫുഡിനകത്ത് ഒരു ദൂതുണ്ട്. എന്താണെന്നറിയാവോ? ഇത് കഴിപ്പിക്കുന്ന എന്തിനാ? ഇത് തരുന്ന എന്തിനാ? ഇത് ഉള്ളിലോട്ട് ആക്കുന്ന എന്തിനാ? നിനക്ക് ഇനിയും ജീവിതമുണ്ടെന്ന് ദൈവത്തിന് പറയാനുള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് യാത്രയുണ്ടെന്ന് പറയാനുള്ളതുകൊണ്ടാ. ഇനിയും നിന്നെയും കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ടെന്ന് പറയാനുള്ളതുകൊണ്ടാ. ഇനിയും വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകാനുണ്ടെന്ന് പറയാനുള്ളത് കൊണ്ടാ. ദിസ് ഇസ് എ സ്പിരിച്വൽ ഫുഡ്. സ്പിരിച്വൽ ഫുഡ്. ഹല്ലേലൂയ. എഴുന്നേക്കടാ അവിടുന്ന്. അല്ല ദൂതം വന്ന് തടവാനും, ഏലിയാവേ മനസ്സിന് വിഷമമാണോ എന്നൊന്നും ചോദിച്ച് തടവാൻ അവിടെ നിന്നില്ല. എഴുന്നേക്കടാ അവിടെ നിന്നാ പറഞ്ഞേ. ഗ്ലോറി ടു ജീസസ്. തിരിച്ചറിയണം, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയണം. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ഏലിയാവിന് സുബോധം വന്നെങ്കിൽ, ഇന്ന് ദൂതൻ നിന്റെ വീട്ടിലിറങ്ങുന്നത് നിന്നെ ചില കാര്യങ്ങൾ അറിയിക്കാനാ, ചില ദൂത് പറയാനാ. ഹല്ലേലൂയ. ദൂതൻ വെറുതെ ഇറങ്ങിയ ചരിത്രമേ ഇല്ല. ദൂതൻ അവിടുന്ന് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങും. ചാക്കോച്ചൻ വെള്ളയമ്പലത്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വെള്ളയമ്പലവും കനകക്കുന്ന് കൊട്ടാരവും മ്യൂസിയവും പിന്നെ അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു. പക്ഷെ ചാക്കോച്ചൻ അവിടെ ഇല്ലായിരുന്നു. 5 മണിക്കുള്ള കൊല്ലം ബസ്സിൽ കയറി പോയി എന്നൊരാൾ പറഞ്ഞു. കൊല്ലത്തോട്ട് എനിക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു കയറി വന്നതാണ് കർത്താവേ എന്ന് പറഞ്ഞ് ദൂതൻ തിരിച്ചു കയറി പോയ ചരിത്രമൊന്നുമില്ല. ദൂതൻ ഇറങ്ങിയാൽ വാവ്, ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അളവിൽ കുറഞ്ഞൊന്നും സംഭവിച്ചിട്ടുമില്ല. ഈ മെസ്സേജ് വെറുതെ കേട്ട് പോകാനല്ല കേട്ടോ വിളിച്ചേ. ഈ സന്ദേശം വെറുതെ ഒരു പണിയില്ല, അതുകൊണ്ട് 1 മണിക്കൂർ കേട്ടേച്ച് പോവാം, അതിനൊന്നും അല്ല കുഞ്ഞെ നിന്നെ വിളിച്ചേ.
അതിനൊന്നും അല്ല ഇതിനകത്ത് തട്ടിക്കയറ്റി. എഫദാ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ ഒരു മനുഷ്യനെയും ദൈവം തട്ടിക്കയറ്റിയിട്ടില്ല ഇന്ന് വരെയും. മേലാലും കയറ്റല്ലേ കർത്താവേ എന്ന എൻ്റെ പ്രാർത്ഥന. ഇതിനകത്ത് ആത്മാവിൽ സ്നേഹമുള്ള ഐക്യതയുള്ളവർ മാത്രമേ കയറാവൂ എന്നാണ് പ്രാർത്ഥന. അല്ലാത്തവർ പോകണേ എന്നേ ഇന്ന് വരെയും പ്രാർത്ഥിച്ചിട്ടുള്ളൂ, വെറുതെ തട്ടിക്കയറ്റിയതല്ല. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഈ സന്ദേശം കേൾക്കാനുള്ളവർ മാത്രമേ ഇന്ന് ഇതിനകത്തുള്ളൂ. ഇന്നലെ കയറിയ പലരും ഇന്ന് കാണത്തില്ല, അവർക്ക് ഈ സന്ദേശം ഉള്ളതല്ല. ആമേൻ. ഞാൻ അത്ര ഉറപ്പിലാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് അറസ്റ്റായിരിക്കാമെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ഇന്നിവിടെ അറസ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. ആ പ്രസൻസ് എനിക്കറിയാം. ആരൊക്കെയോ എവിടെയൊക്കെയോ മടുത്ത് തലയ്ക്ക് മുകളിൽ ഒരു ചൂരച്ചെടി ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുതൽ നിങ്ങളുടെ വീടിൻ്റെ ടെറസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ റൂഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മരത്തിൻ്റെ ജില്ലയായിരിക്കാം. ആ ചൂരച്ചെടി ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരൊക്കെയോ മരണമാണ് എല്ലാത്തിൻ്റെ അവസാനം, കേസാണ് എല്ലാത്തിൻ്റെ അവസാനം, ജപ്തിയാണ് എല്ലാത്തിൻ്റെ അവസാനം, നാണക്കേടാണ് എല്ലാത്തിൻ്റെ അവസാനം എന്നൊക്കെ, ആത്മഹത്യയാണ് എല്ലാത്തിൻ്റെ അവസാനം, പിന്മാറ്റമാണ് ഇതിൻ്റെ അവസാനം എന്നൊക്കെ പറഞ്ഞ് വിധിച്ചിരിക്കുന്ന ചിലരുടെ അരികിൽ ഈ ശബ്ദം ദൂതനെ പോലെ ഇറങ്ങിവെന്ന് പറയുക, ആദ്യം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിന് എഴുന്നേറ്റം ഉണ്ടാവും. ആ ഡിസിഷനിൽ നിന്ന് നീ പുറത്തു പോയ ഏലിയാവേ. കാരണം നീ ഒരു ദിവസം വഴി നടന്ന് വന്ന് ഇന്നിരുന്നിട്ട് നീ ചിന്തിച്ചു കൂട്ടിയ ഈ സ്ഥലം തന്നെ നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിച്ച സ്ഥലമാണ്. മോനെ, നിന്റെ വീട്ടിൽ ഇരുന്ന് നീ പറയുന്ന കാര്യങ്ങൾ അവിടെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണോ നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. കാര്യം വലിയ പാട്ടും പ്രാർത്ഥനയൊക്കെ തന്നെ ആയിരിക്കും. കാര്യം ഭയങ്കര പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും ഒച്ചപ്പാടും ഒക്കെ തന്നെ ആയിരിക്കും, തുള്ളിച്ചാട്ടമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നിന്റെ വീട്ടിൽ പറയുന്ന ഓരോ വാക്കും അവിടുത്തെ ക്ലൈമറ്റ് ഡിസൈഡ് ചെയ്യും. അവിടെ ദൈവത്തിൻ്റെ ദൂതം നിൽക്കണോ മറ്റേ പുള്ളിയുടെ ദൂതം നിൽക്കണോ എന്ന് തീരുമാനിക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. നിങ്ങളുടെ ഓഫീസിനകത്താണെങ്കിലും അങ്ങനെ തന്നെ, നിങ്ങളുടെ കാറിനകത്താണെങ്കിലും അങ്ങനെ തന്നെ, നിങ്ങളുടെ ബെഡ്റൂമിലാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങൾ അവിടെ ഇരുന്നൊരു ദൈവദാസനെ കുറ്റം പറയുകയോ മറ്റാരെങ്കിലും കൂടെ ഇരുന്ന് കുറ്റം പറയുകയോ ഏഷണി കയറ്റുകയോ വേണ്ടാത്തതിരുന്ന് ഫോണിൽ കാണുകയോ മറ്റുള്ളവരെ കുറ്റം പറയുന്നിരുന്ന് ഫോണിൽ കാണുകയോ ചെയ്താൽ അത് തീരുമാനിക്കും നിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദൂതം നിൽക്കണോ അതോ മറ്റേ പുള്ളിയുടെ ദൂതം നിൽക്കണമെന്ന്. അതുകൊണ്ട് ഏലിയാവേ, ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, ഈ അടയും വെള്ളവും നീ എടുത്ത് കുടിക്കുക. കാരണം നിനക്ക് എഴുന്നേക്കാനുള്ള ശക്തിയില്ല. ഇത് കഴിച്ചിട്ട് നീ ആദ്യം ഇവിടുന്ന് എഴുന്നേക്ക്, നീ എഴുന്നേക്ക്. കാര്യം എന്നാ, നീ ഇരിക്കുന്ന സ്ഥലം തന്നെ നെഗറ്റീവാ മക്കളെ. ചിലർ നെഗറ്റീവിനകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, കംപ്ലീറ്റ് നെഗറ്റീവാ. കാര്യം ദീപപാസ്റ്റർ പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ഫുൾ നെഗറ്റീവാ. കാരണം കഴിഞ്ഞ കാല ചിന്തകൾ, ചില ആഹാബിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇസബേലിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, പിന്നെ വെല്ലുവിളി. സമയം പറഞ്ഞായിരുന്നല്ലോ അവർ, നാളെ ഈ സമയം. അവർ നാളും തീയതിയും എല്ലാം കുറിച്ചു. അവർ നാളും തീയതിയും മുഹൂർത്തവും എല്ലാം കുറിച്ചു. ദൂതന്റെ കൈ കൊടുത്തും വിട്ടു. നാളെ ഈ സമയം തീരുവാ കേട്ടോടാ നിന്റെ മിനിസ്ട്രി. നിന്റെ മിനിസ്ട്രിക്ക് നേരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് നേരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട്, സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്നത് കണ്ട്, നല്ലൊരു വസ്ത്രമുടുത്തിറങ്ങുന്നത് കണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ട്, 4 പേര് നിങ്ങളെ അംഗീകരിക്കുന്നത് കണ്ട്, പലരും പല വീടുകൾക്കകത്തിരുന്ന് ഉരുവിട്ട് പറഞ്ഞുവിട്ട ചില വാക്കിന്റെ അവകാശത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുകയാണ്. നീ എഴുന്നേക്കാദ്യം ഇവിടുന്ന്, എഴുന്നേക്ക് ഏലിയാവേ. നീ ആദ്യം ഇവിടുന്ന് എഴുന്നേക്ക്. നീ ഇവിടെ ഇരുന്ന നീ ഇനി മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിന് ഇനി ഒന്നും തുറക്കാനൊക്കത്തില്ല നിനക്ക് വേണ്ടി. നിന്റെ അടുത്ത് വന്നൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും നിനക്ക് തലയിട്ട് കുലുക്കാൻ നല്ലത് ആ കൊച്ചന് വിടുതലൊന്നും വരാൻ പോകുന്നില്ല. നീ അതുകൊണ്ട് ആദ്യം ഈ നെഗറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് എഴുന്നേൽക്കുക കേട്ടോ. നിങ്ങളോടുള്ള പ്രവചന ശബ്ദമായിരിക്കാം ഇത്. നെഗറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് എഴുന്നേൽക്കുക. നെഗറ്റീവ് വാക്ക് പറയുന്ന ശീലത്തിൽ നിന്ന് എഴുന്നേൽക്കുക. നെഗറ്റീവ് കാണുന്ന ശീലത്തിൽ നിന്ന് എഴുന്നേൽക്കുക. പ്രൈസ് ദ ലോർഡ്. അതിനെന്താ വേണം പാസ്റ്ററെ? ഇത്രയും സാധനം നിങ്ങൾക്കൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീപ്ലേസ് ചെയ്തേക്കണം.
എന്തോ ചെയ്യണം? ഇത് കൊണ്ട് വെച്ച പുള്ളിയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു വിട്ടാൽ മതി. ആരാ അത്? അത് പിശാചാണ്. കാരണം ഉള്ള നെഗറ്റീവ് ഫുൾ പുള്ളിയല്ലേ കുത്തിക്കയറ്റിയേ, എടുത്ത് പുള്ളിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടോ. മേലെ വന്നേക്കരുതെന്നൂടെ പറഞ്ഞേക്കണം. എന്നിട്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് പുതിയ ഒരെണ്ണം മേടിക്കണം, ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് ഡെയിലി സർവീസ് ചെയ്യണം കേട്ടോ. ഡെയിലി സർവീസ് ചെയ്യണം. ഈ പേടി സ്വപ്നം കാണുമ്പം അത് പേടി സ്വപ്നം കാണാതിരിക്കേണ്ടി എടുത്ത് തുറന്നു വെക്കാനല്ല കേട്ടോ. ഡെയിലി സർവീസ് ചെയ്യണം. ഈ സാധനം ഉപയോഗിച്ച് ഡെയിലി ഒന്ന് സർവീസ് ചെയ്യണം. അപ്പം ഭയങ്കര കണ്ടീഷനായിരിക്കും ഈ സാധനം. ഇവിടെ ഏലിയാവിന് എന്താ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിയും ദൈവത്തോട് മരണം ചോദിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് തിരിവാ നിൻ്റെ ജീവിതത്തിൻ്റെ. കർത്താവ് ഇത്ര ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് അത് പ്രത്യേകമാകുന്ന ചില മിനിസ്ട്രീനത് നടക്കാനുള്ളപ്പോഴാണ്. ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ തിരിവ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊരു ഭയങ്കര തിരിവ. ഞാനത് ക്ലൈം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഈ വാക്കിനെ ഒരു മനുഷ്യനോ സാത്താനോ തടയാൻ പറ്റത്തില്ല. നീ എഴുന്നേൽക്ക. എനിക്കൊരു വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ഇലയിട്ട് ഊണൊക്കെ വിളമ്പിയിട്ട് എഴുന്നേറ്റ് തിന്നാൻ നമ്മളോട് പറയുമോ? എഴുന്നേറ്റ് തിന്നാൻ. ആക്ച്വലി മരണം കാത്ത് കിടക്കുമായിരുന്നു ഏലിയാവ്. അതുകൊണ്ടാണ് നീ എഴുന്നേറ്റ് തിന്നാൻ ദൂതൻ വന്ന് പറഞ്ഞത്. ഈ എഴുന്നേൽപ്പിനകത്ത് 2 എഴുന്നേൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. 1, നീ ഈ തീരുമാനത്തിൽ നിന്ന് എഴുന്നേക്കണം. 2, നീ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണം. മനസ്സിലായേ? ദൂതൻ വന്ന് പറഞ്ഞത്, ദൂതൻ വന്ന് തട്ടി ഉണർത്തി. ദൂതൻ തട്ടി അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക. ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നതിനകത്ത് 2 എഴുന്നേൽപ്പുണ്ട്. 1, നീ എഴുന്നേൽക്കണം ഇരിക്കുന്നിടത്തുനിന്ന്. 2, നീ എഴുന്നേറ്റ് തിന്നാവുള്ളൂ. കാരണം തിന്നാനുള്ള ടൈം പോലും നീ അധികം എടുക്കരുത്. കാരണം ഈ സ്ഥലം അത്ര നല്ലതല്ല. നീ നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ അത്ര നല്ലതല്ല കേട്ടോ. ഇത് ആത്മാവ് ആരോടൊക്കെ പറയുന്നത്, ചില ബന്ധങ്ങൾ നല്ലതല്ല, ചില സ്ഥലം നിങ്ങൾക്ക് അനുകൂലമല്ല. അബ്രഹാമിനോട് പറഞ്ഞില്ലേ, എടാ മോനെ നീ ഇറങ്ങടാ, നീ ഇവിടെ നിന്നാൽ ശരിയാകുകയല്ല. ഞാൻ നിന്നെ കാണിക്കാൻ വേറൊരു ദേശമുണ്ട്. വിഷമിക്കരുത് കേട്ടോ. ഇപ്പം നിൽക്കുന്നിടം കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. നിന്നെ കാണിപ്പാൻ ദൈവം ഒരു ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങേണ്ട തീയതി നിന്നോട് ദൈവം പറയും. എടുത്തു ചാടി ഒരിടത്തുനിന്ന് ഇറങ്ങരുത് കേട്ടോ. അത് പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുക. എടുത്തു ചാടി ഒരിടവും വിട്ടേച്ചിറങ്ങരുത്. നമ്മൾ എടുത്തു ചാടിയാൽ കുടിച്ച് ചാവുന്നൊരു പഴമൊഴി ഞാൻ കേട്ടിട്ടുണ്ട്. എടുത്തു ചാടരുത്. തമ്പുരാൻ നമ്മളോട് പറയും, അബ്രഹാം, എൻ്റെ ദൈവം, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചതാ, അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. ഞാൻ ഇറങ്ങുന്ന കൂട്ടത്തിൽ കർത്താവ് ഇറങ്ങിക്കോളൂ എന്നല്ല പറഞ്ഞത്. അബ്രഹാം വെയിറ്റ് ചെയ്തു. ദൈവശബ്ദം കേട്ടിട്ടേ ഇറങ്ങിയുള്ളൂ. ദൈവശബ്ദം കേട്ടിട്ടേ ഇറങ്ങിയുള്ളൂ. മക്കളെ, ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങിയാൽ മതി. അത് ചിലപ്പോൾ ഈ മാസം കേട്ടില്ല എന്ന് വരും, അടുത്ത മാസമായിരിക്കും കേൾക്കുന്നത്. മതി. അത് കേട്ടേച്ച് ഇറങ്ങിയാൽ കർത്താവ് നിന്റെ കൂടെ കാണും. ഞാൻ ഇറങ്ങും, കർത്താവ് കൂടെ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന് മുമ്പേ ഉണ്ടായിരുന്നവരല്ലല്ലോ. ഹല്ലേലൂയ. ദൂതൻ പറയുക, എഴുന്നേറ്റ് തിന്നുക. അപ്പം നിന്ന് കഴിച്ചാൽ പെട്ടെന്ന് കഴിക്കുമെന്ന് ദൂതൻ അറിയായിരിക്കും. ഞാനൊരു തമാശ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എഴുന്നേറ്റ് തിന്നുക മീൻസ് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയ ജീവിതത്തിൽ കിടക്കാൻ വിളിച്ചിട്ടേയില്ല കേട്ടാ. ആത്മീയ ജീവിതത്തിൽ കിടക്കാൻ വിളിച്ചിട്ടേയില്ല. ചിലർക്ക് കിടന്ന് പ്രാർത്ഥനയാണ്. അസുഖമുള്ളവർ കിടന്നേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുള്ളവർ നോ ഇഷ്യൂ, നിങ്ങളെ ദൈവം അറിയുന്നു. അല്ലാത്തവർക്ക് കിടന്ന് ബൈബിൾ വായനയാണ്. സുഖം കൂടിപ്പോയിട്ടാ കിടന്ന് പ്രാർത്ഥനയാണ്. നല്ല ആരോഗ്യമുള്ളവർ, ഇപ്പോഴും ഇവിടുന്ന് കാസർഗോഡ് വരെ ഓടാൻ പറഞ്ഞാൽ ഓടാൻ ആരോഗ്യമുള്ളവർ കിടന്ന് ബൈബിൾ വായനയാണ്, കിടന്ന് പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞത് എഴുന്നേറ്റ് തിന്നാന്. ഈ നമ്മൾ കിടന്നുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? കിടന്നാൽ നല്ല സുഖ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതും എനിക്ക് മനസ്സിലാവും. നമ്മൾ കിടന്നുള്ള കുഴപ്പം എന്താ? വാഗ്ദത്വം അതുപോലെ കിടക്കും, നമ്മളുള്ള പ്രോമിസും അതുപോലെ കിടക്കും. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങുന്ന വചനം ചോദിക്കുന്നത്? മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങുന്ന വചനം ചോദിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഇന്നും കിടന്നു തീരാത്ത ആൾക്കാരുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. ഇന്നും കിടന്നു തീരാത്ത ആൾക്കാരുണ്ട്, ഇന്നും ഉറങ്ങിത്തീരാത്ത ആൾക്കാരുണ്ട്. ഇന്നും പ്രാർത്ഥിക്കാൻ ഒരു 15 മിനിറ്റ് 24 മണിക്കൂറിനകത്ത് വേർതിരിക്കാൻ ടൈമില്ല പാസ്റ്റർ.
ടൈം ഇല്ല പാസ്റ്റർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം, ജീവിതത്തിൽ നല്ലൊരു ചൂട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ദിവസം ഫുൾ ലീവ് എടുത്ത് കർത്താവിന് വേണ്ടി ഉപവാസം ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത് കർത്താവിന് വേണ്ടിയിട്ടല്ല, അവരുടെ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് മക്കളെ, 24 മണിക്കൂറേ യേശുവിനും ഉണ്ടായിരുന്നുള്ളൂ, നമുക്കും അതേ തന്നിട്ടുള്ളൂ. ആ ടൈമിനകത്താണ് യേശു ഇത്രയും ടൈം പ്രേയറിന് വേണ്ടി ഡെയിലി മാറ്റി വെച്ചത്. വചനവായനയ്ക്ക് വേറെ, ശുശ്രൂഷയ്ക്ക് വേറെ. ഇതിനിടയ്ക്ക് തന്നെ കർത്താവ് കുളിച്ചതും വസ്ത്രം കഴുകിയതും ഭക്ഷണം കഴിച്ചതും. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ചോദിക്കുക, 24 hours കൂടെ എനിക്ക് ദാനമായി തരണേ, ഒരു ദിവസം എനിക്ക് 48 മണിക്കൂറാക്കി തരണേ. ഞാനൊരു ദൂതൂടെ പറയാം, അല്ല ഒരു യാഥാർത്ഥ്യം പറയാം. 48 മണിക്കൂറല്ല, 48 മണിക്കൂറിനെ 52 മണിക്കൂറാക്കി തന്നാലും ഈ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് മാറാതിരിക്കുന്നവർക്ക് ആ 52 മണിക്കൂറും തികയൂല. ഒരു ദിവസം 52 മണിക്കൂറാക്കി തന്നാൽ അവർക്ക് തികയൂല. കാരണം അവരുടെ അടിസ്ഥാന സ്വഭാവം അങ്ങനെയാണ്. എഴുന്നേറ്റ് തിന്നുക, അതാ കർത്താവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക എന്നിട്ട് പോകുക, നിനക്ക് ഇനിയും ശുശ്രൂഷയുണ്ട്. ഇനി ഇതൊരു ദൂതൻ ഇറങ്ങിയപ്പോൾ വെളിപ്പെട്ട ഒരു വിസ്ഡമാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ഇതൊന്നും ഏലിയാവ് പഠിച്ചില്ലേ? ദൈവം സംസാരിച്ചപ്പോൾ ഇതൊന്നും പഠിച്ചില്ലേ? ഇതൊന്നും പഠിച്ചില്ലേ? പക്ഷെ ദൂതൻ ഇറങ്ങിയപ്പോൾ ഏലിയാവിന് എനിക്ക് തോന്നുന്നു ഏലിയാവിനൊരു കുറ്റബോധം ഒരു അനുതാപം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. സ്തോത്രം. പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. കർത്താവ് തലയ്ക്ക് മുകളിൽ കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മടിയന്മാരായി പോകത്തില്ലേ? തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അവൻ യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ചെന്നു. ഈ ഹോറേബിന് പറയാൻ ഒത്തിരിയുണ്ട്. ഈ ഹോറേബ് എന്ന് പറയുന്ന പർവ്വതത്തിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നില്ല, ഞാനിവിടെ കൊണ്ട് നിർത്തുക. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ചെന്നു. അവിടം കൊണ്ട് പിന്നെയും ഏലിയാവിൻ്റെ ശുശ്രൂഷ തിരിയാണ്. ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുക, നമ്മൾ മരണം കാത്ത് കിടക്കുന്ന സന്ദർഭത്തിലും നമ്മെ പോഷിപ്പിക്കാൻ നമ്മുടെ തലയ്ക്ക് കീഴിൽ വരുന്ന ഭക്ഷണമാണ് ഈ സ്പിരിച്വൽ ഫുഡ്, ദൈവത്തിൻ്റെ വചനം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതനെ പോലെ ആയിരിക്കാം കർത്താവ് എന്നെ ഇറക്കിയത്. ഞാൻ നിങ്ങളുടെ വീട്ടിലില്ല, പക്ഷെ നിങ്ങളുടെ സ്ക്രീനിൽ ദൈവം എന്നെ കൊണ്ടുവന്നത് ഇത് നിങ്ങളോടുള്ള ഒരു ദൈവാലോചനയായിട്ടായിരിക്കാം. ഞാനൊരു ദൂത് പറയുക, നന്നായി ഏലിയാവിൻ്റെ ഈ തീരുമാനം ഒരു കണക്കിന് നന്നായി. കാരണം ഇസബേൽ ഇങ്ങനെ പറഞ്ഞത് നന്നായി, ആഹാബ് ഇങ്ങനെ ചെന്ന് ഇസബേലിനോട് പറഞ്ഞത് നന്നായി, ഇസബേൽ ഇങ്ങനെ ഭീഷണി മുഴക്കിയത് നന്നായി. ഏലിയാവിൻ്റെ സ്പിരിച്വൽ കരിയറിൽ ഒരു ദൂതും കൂടെ ഏലിയാവ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററും കൂടെ പഠിച്ചു. ആൾ പ്രൊഫറ്റിക്കൽ സ്കൂളൊക്കെ നടത്തുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭീഷണികളും, ഓരോ വെല്ലുവിളികളും, ഓരോ വാഗ്വാദങ്ങളും, ഓരോ തർക്കങ്ങളും, ഓരോ പോരാട്ടങ്ങളും നമ്മെ ദൈവത്തിൻ്റെ ഹോറേബോളം നടത്താൻ സഹായിക്കുമെങ്കിൽ വെൽക്കം ചെയ്യുന്നതല്ലേ നല്ലത്? ദൂതൻ ഇറങ്ങുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, ദൂതൻ ഇറങ്ങുന്ന അവസരങ്ങളായി അത് മാറുമെങ്കിൽ അതിനെയൊക്കെ വെൽക്കം ചെയ്യുന്നതല്ലേ നല്ലത്? ആമേൻ. നമ്മുടെ ഓരോ കഠിനമാകുന്ന ശോധനകളും, കഠിനമാകുന്ന കണ്ണുനീരും, കഠിനമാകുന്ന വേദനകളും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയക്കുന്ന ഒരു സന്ദർഭമാക്കി അത് മാറ്റുകയാണെങ്കിൽ ഇതിനെയൊക്കെ വെൽക്കം ചെയ്യുന്നതല്ലേ നല്ലത്? എത്ര ജസബേൽമാർ നിരന്നു നിന്ന് പറഞ്ഞാലും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം അതിനെ തകർത്തുകൊള്ളും.
അഭിഷേകത്തിന് ഡീൽ ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. എത്ര ആഹാബുമാർ നിനക്ക് നേരെ നീണ്ട നിര തന്നെ നിരത്തിയാലും നിനക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. പ്രൈസ് ടു ജീസസ്. എത്ര 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 പന്തയം വെച്ച്, എത്ര സമയം കുറിച്ച്, എത്ര നാൾ നോക്കി, എത്ര വിരോധമായി നിങ്ങൾക്കെതിരെ ചെയ്താലും അതൊന്നും നിന്റെ അരികിൽ വരാതെ വണ്ണം ദൂതൻ നിനക്ക് അരികിൽ ഇറങ്ങി നിന്ന് നിനക്ക് റൂട്ട് പറഞ്ഞു തരുന്ന ഒരു കൃപ നിന്റെ മേലുണ്ടെങ്കിൽ നിനക്കതിനെയൊക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. ഹല്ലേലൂയ. നിനക്ക് ദൂരയാത്രയുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദൂതൻ പറഞ്ഞ ഈ വാക്ക് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് ഇടുകയാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ ആഗ്രഹിച്ചിട്ട് ഇനി എന്നെ കൊണ്ട് നടക്കത്തില്ല, ഇനി ഞാൻ ടെസ്റ്റ് എഴുതിയാൽ കിട്ടത്തില്ല, ഇനി ഞാൻ പാസ്സാകാൻ പോകുന്നില്ല, ഇനിയും പണം പോകുന്നത് തന്നെയാണ് മെച്ചം, എനിക്കതിനകത്ത് സ്കോർ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വചനം നിന്റെ മേലിടുകയാ. നിനക്ക് ദൂരയാത്രയുണ്ട്. നീ ഇത് കഴിച്ചുകൊള്ളുക, നീ ദൂത് കഴിച്ചുകൊള്ളുക, നീ ദൈവശബ്ദം ഭക്ഷിച്ചിറക്കിക്കൊള്ളുക, വിശ്വാസത്തോടെ ഇറക്കിക്കൊള്ളുക. നിന്നെ ദൈവം അയക്കൂ എന്ന് പറഞ്ഞെടുത്ത് അയക്കും, നിന്നെ ദൈവം കൊണ്ടുപോകാമെന്ന് പറഞ്ഞെടുത്ത് കൊണ്ടുപോകും, നിങ്ങളുടെ മക്കളെ ഇരുത്താന്ന് പറഞ്ഞെടുത്ത് ദൈവം ഇരുത്തും, നിങ്ങളുടെ മക്കളെ ആക്കുമെന്ന് പറഞ്ഞത് ദൈവം ആക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പക്ഷെ ഒരു കാര്യം, എലിയാവേ, എഴുന്നേറ്റ് തിന്നുക. ഇനി നീ പട്ടിണി കിടക്കരുത്. പ്രാർത്ഥിക്കാതെ പട്ടിണി കിടക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നീ പട്ടിണി കിടക്കരുത്. ഇപ്പൊ പട്ടിണിയാണ്, ഇന്നലെ മുതൽ പട്ടിണിയാ പുള്ളി. ഒരു ദിവസത്തെ വഴിദൂരം ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടുമില്ല. ഇപ്പോഴും ഒന്നും കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. പട്ടിണിയാണ്. എന്താ? പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഇല്ലാത്തതൊരു പട്ടിണിയാണ്. കൂട്ടായ്മയില്ല, കൂട്ടായ്മ ഇല്ലാത്തതൊരു പട്ടിണിയാണ്. ദൈവമക്കളുമായി ബന്ധമില്ല. ബന്ധം മീൻസ് നല്ല ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ, ചുമ്മാ അതും ഇതും പറയുന്നതല്ല, നല്ല ബന്ധങ്ങൾ. പട്ടിണിയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്നെ ഉണർത്തുന്നുണ്ടോ? നിന്നോട് സംസാരിക്കുന്നുണ്ടോ? കർത്താവ് ഇത് എന്നോടല്ലേ എന്ന് തോന്നുന്നുണ്ടോ? തിന്നുക, ഈ ദൂത് തിന്നുക, ഈ ദൈവശബ്ദം തിന്നുക. നിനക്ക് ദൂരയാത്രയുണ്ട്. അതാ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ഞാൻ എടുത്തു വെച്ച ഈ ഒരു വചനം മാത്രമേ എനിക്കിന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയിലോട്ട് പോകാനുള്ള സമയമില്ല. ഇത് മതി, ഇന്ന് ഈ ദൂത് മതി. ഹല്ലേലൂയ. തിന്നുക. ഇനി നീ പട്ടിണി കിടക്കരുത്. ഇനി നീ പട്ടിണി കിടക്കരുത്. ദൈവം നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അത് ഇനി തലയെ കൈവച്ച് ഇനി ഒരു പ്രവാചകൻ വന്ന് പറയണോ? നോ. ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. തിന്നുക. നിനക്ക് ദൂരയാത്രയുണ്ട്. ഇസബേലിൻ്റെ വാക്ക് കേട്ട് അവസാനിക്കാനുള്ളതല്ല നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം. ആഹാബിൻ്റെ തുറിച്ചുനോട്ടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല നിന്നെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ പ്രയോജനം, ദൈവത്തിൻ്റെ പർപ്പസ്. ദൈവം നിന്റെ മേലിട്ടേക്കുന്ന അഭിഷേകം ഭീരുത്വത്തിൻ്റെ അല്ല. ഹല്ലേലൂയ. റിസീവ് ഇറ്റ്. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് ദൂതൻ നിങ്ങളുടെ വീട്ടിലിറങ്ങിക്കഴിഞ്ഞു. ദൂതൻ നിങ്ങളുടെ വീട്ടിലിറങ്ങിക്കഴിഞ്ഞു. ഓ, ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് ചിലരുടെ അരികിലേക്ക് അങ്ങ് ശക്തിയോടെ വെളിപ്പെട്ട് നിൽക്കുക കേട്ടോ. അതിശക്തിയോടെ. ആരോഗ്യ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഞാനൊന്നും പറയണ്ടെന്നാ കർത്താവ് എന്നോട് പറയുന്നു. ഞാനൊന്നും പറയണ്ടെന്ന് പറയൂ ദൈവം. നീ ഒന്നും മിണ്ടണ്ടെന്ന് എന്നോട് പറയൂ. മീൻസ് ഈ പ്രസൻസിൽ ചിലരെ കർത്താവ് തൊടും. ഷുവറാട്ടോ? ഷുവറാണേ. ഞാനൊന്നും പറയണ്ട. ഞാനൊരു വ്യക്തിയുടെ പേര് പറയണ്ട. ഞാനൊരു വ്യക്തിയുടെ പേര് വിളിക്കണ്ട. ഈ പ്രസൻസ് തൊടും. ഈ പ്രസൻസിനകത്ത് നിങ്ങൾ സ്വീകരിക്കുക. ഞാനൊരു വ്യക്തിയുടെ പേര് എക്സ് എന്നോ വൈ എന്നോ പറഞ്ഞാൽ അത് അവർക്ക് മാത്രമായി പോകും. പക്ഷെ അതല്ല ദൈവം എന്നോട് പറയുന്നത്. ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കാനാണ്. ഈ അറ്റ്മോസ്ഫിയറിൽ റിസീവ് ചെയ്യുക. ഈ അറ്റ്മോസ്ഫിയറിൽ റിസീവ് ചെയ്യുക. വിശ്വാസത്തോടെ അത് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ദൂതൻ നിന്റെ അരികിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വലിയ പ്രകാശം. നിങ്ങൾക്ക് തുറന്ന കണ്ണുകൊണ്ട് നോക്കാൻ കഴിയാത്തതുപോലെ, കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയാത്തതുപോലത്തെ പ്രകാശം ഇറങ്ങി നിൽക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഗ്ലോറി. റിസീവ് ചെയ്യും.
റിസീവ് ചെയ്യുക. താങ്ക് യു ഗോഡ്. യെസ്, വിശ്വസിക്കുന്ന ചിലരെ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നുണ്ട്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അതുപോലെ തന്നെ ചെയ്യും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അതുപോലെ തന്നെ ചെയ്യും. റിസീവ്. വേസ്റ്റ് ആയിപ്പോയി ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, വെറുതെ ആയിപ്പോയി ഞാൻ വിശ്വസിച്ചത്, വെറുതെ ആയിപ്പോയി ഞാൻ ഉപവസിച്ചതെന്നൊക്കെ നിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആ ശബ്ദത്തിൽ നിന്ന് എഴുന്നേൽക്ക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. എഴുന്നേൽക്ക. ഓ, ഞാൻ കാണുന്നുണ്ട് സാധാരണമായ തീ ചിലരുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത്. കുഞ്ഞെ, നീ ഈ ദൈവശക്തി അനുഭവിക്കുമ്പോൾ നിനക്കിതൊരു സന്തോഷവും നിന്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവിന് ഇതൊരു പ്രഹരവുമാണ്. നിന്നെ ഇങ്ങനെയൊക്കെ ഒതുക്കിയ ദുഷ്ടാത്മാവിന് ഇതൊരു ഏറിയ പ്രഹരവുമാണ്. Come on, receive. Receive what do you want. Ask what do you want. Ask the God what do you want. And receive the power. Lebrato selene koshiga. Shower your fire upon them, my Father. Shower your fire upon them, Father. Shelelelelelelele. Shalana magaratunuru. Lituruku vilaga hashutinuka. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി. ഇതിനകത്ത് ഈ വിടുതലിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട് കർത്താവേ. അവരുടെ മേൽ ഈ ദൈവശക്തിയെ അതിതീവ്രതയോടെ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിടുതൽ ആഗ്രഹിക്കുന്നവരുടെ ഭവനങ്ങൾക്കകത്തേക്ക് ഏഞ്ചൽസ് ഇറങ്ങണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ ഏഞ്ചൽസിനെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും അങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. തുറന്നിടുകയാണ് ദൂതന്മാർക്ക്, ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഇറക്കാനുള്ള വാതിൽ തുറന്നിടുകയാണ്, ക്ഷണം നൽകുകയാണ്. Lagora baru has barudi hitalo kaura amsharaga mahadunavunda brigadala regata bahasha bahadujagana hapthana regadusiya in the name of Jesus. പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയപ്പോൾ ഏലിയാവിന് സംഭവിച്ചതല്ല സംഭവിച്ചത്. ഏലിയാവിന് ദൂതൻ ഭക്ഷിക്കാനാണ് കൊടുത്തതെങ്കിൽ പത്രോസിന് ദൂതൻ പുറത്തു പോകാനുള്ള വാതിലാണ് തുറന്നു കൊടുത്തത്. നിന്നെ ലോക്കാക്കിയിട്ടിരിക്കുന്ന വാതിൽ ഇപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും തുറക്കാതെ അത് തുറക്കും, ആരും തുറക്കാതെ അത് തുറക്കും. യേശുവിന്റെ നാമം. നിന്നെ അൺലോക്ക് ചെയ്യാനുള്ള കീ സ്വർഗം ദൂതന്റെ കയ്യിൽ കൊടുത്തുവിടും. നിന്നെ അൺലോക്ക് ചെയ്യാനുള്ള കീ എന്റെ ദൈവം ദൂതന്റെ കയ്യിൽ കൊടുത്തുവിടും. നിന്റെ ബിസിനസ് അൺലോക്ക് ചെയ്യാൻ, നിന്റെ ഫിനാൻസ് അൺലോക്ക് ചെയ്യാൻ, നിന്റെ തലമുറകളെ അൺലോക്ക് ചെയ്യാൻ, മിനിസ്ട്രി അൺലോക്ക് ചെയ്യാൻ, ലൈഫ് അൺലോക്ക് ചെയ്യാൻ, ഫാമിലി അൺലോക്ക് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ ദൈവമാക്കി ദൂതന്റെ കൈ കൊടുത്തു വിടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ സംഭവിക്കട്ടെ. പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത കൃപയ്ക്കായി നന്ദി. കൂടി വന്ന എല്ലാ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അങ്ങ് ഇവരോട് സംസാരിച്ചതിന്, ഇടപെട്ടതിന്, തൊട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ശക്തിയോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന മീറ്റിങ്ങിലാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾക്ക് 2 നേരവും ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. മറ്റുള്ളവർക്കൂടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിവ് കൊടുക്കുക. മറ്റുള്ളവരോടും കൂടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പറയുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ ടെസ്റ്റിമണീസ് നിങ്ങൾ ഈ നമ്പറിൽ തന്നെ ഞങ്ങൾക്ക് സെൻഡ് ചെയ്താൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഒത്തിരി ഡീറ്റെയിൽ ആക്കി കളയരുത്. നിങ്ങൾ ചുരുക്കമായി നിങ്ങളുടെ ടെസ്റ്റിമണി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ നിങ്ങളത് വോയിസ് ആയിട്ടിട്ടാൽ വളരെ സൗകര്യമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് ഞാൻ പറയുന്നു, നമുക്ക് എല്ലാ ദിവസവും ബ്ലെസ്സിങ് ആണ് മീറ്റിംഗ്. പക്ഷേ ഇന്നൊരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആയിരുന്നത്. അതുകൊണ്ട് എന്തോ ഭയങ്കരമാകുന്ന നിലയിലുള്ള ചില തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു എന്ന് ഞാൻ തീർച്ചയായിട്ടും അറിയുന്നു, വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ ആയിരുന്ന എല്ലാ ദൈവമക്കളോടും, ദൈവം നമ്മളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും, ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നും എപ്പോഴും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് യേശുക്രിസ്തു മൂലം സകലത്തിന്മേലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.